വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ ഈശോ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വളരെ സ്നേഹമയനായ ഒരു ദൈവത്തെ വെളിപ്പെടുത്തിയത് ഈശോയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ പഴയ നിയമത്തിലെ ദൈവത്തെ നമുക്ക് അത്രമാത്രം സ്നേഹമുള്ളൊരു ദൈവമായി കാണപ്പെടുന്നില്ല എന്ന് ചില വ്യക്തികളെങ്കിലും ബൈബിൾ വായിക്കുമ്പോൾ നമ്മളോട് പറയാറുണ്ട്. എന്നാൽ പഴയ നിയമത്തിലെ ചില സംഭവങ്ങളുടെ ശരിയായ ഒരു ആംഗിളിലുള്ള വീക്ഷണം ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ പോവുകയാണ്. ദൈവം എത്രമാത്രം വലിയ സ്നേഹമാണ് പഴയ നിയമത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നതെന്ന് നമുക്കപ്പോൾ മനസ്സിലാകും. വലിയൊരു കാഴ്ചപ്പാടോടുകൂടെ വേണം നമ്മൾ ബൈബിൾ വായിക്കുവാൻ. അതായത് ബൈബിൾ എന്ന് പറയുന്നത് എന്നെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം നൂറ്റാണ്ടുകൾ കൊണ്ട് നടപ്പിലാക്കിയ ഒരു രക്ഷാകര പദ്ധതിയുടെ ചരിത്രം കൂടെയാണ്. എന്നെ രക്ഷിക്കുവാൻ, എൻ്റെ കൂടെയുള്ള എല്ലാ മനുഷ്യരെയും രക്ഷിക്കുവാൻ ദൈവം മുൻകൂട്ടി ഒരുക്കിയ ആ പദ്ധതിയിൽ ദൈവം എനിക്ക് വേണ്ടി എടുത്ത ചില നിലപാടുകളാണ് ബൈബിളിൽ നമ്മൾ കാണുന്ന ചില പ്രത്യേക സംഭവങ്ങൾ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായി നമുക്കിതൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. അതായത് കർത്താവ് ഭൂമിയെ സൃഷ്ടിക്കുന്ന ഒരു കഥ പറയുന്നുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്ന ഒരു കഥ. ഇത് പറയുന്ന സമയത്ത് സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കർത്താവ് 1-ാം ദിവസം 2-ാം ദിവസം എന്നൊക്കെ പറയുന്നത് നമുക്ക് വിചിത്രമായി തോന്നും. യഥാർത്ഥത്തിൽ കർത്താവ് അവിടെ ചെയ്യുന്നത് ഒരു കുഞ്ഞിനോട് താൻ ചെയ്ത മഹത്തായ ഒരു സൃഷ്ടികർമ്മത്തെ വിവരിച്ചു കൊടുക്കുന്ന ഒരു അപ്പൻ്റെ, ഒരു വിജ്ഞാനിയായ ഒരപ്പൻ്റെ, ജ്ഞാനിയായ ഒരു പിതാവിൻ്റെ വളരെ സ്നേഹമുള്ള സമീപനമാണ്. അതായത് കർത്താവ് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ദിവസം കൊണ്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി, അടുത്ത ദിവസം കൊണ്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ കർത്താവ് തൻ്റെ സൃഷ്ടിയെ വിവരിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു സംഭാഷണമാണ് നമ്മൾ അവിടെ കാണുന്നത്. കുഞ്ഞിന് അത് എളുപ്പം മനസ്സിലാകും. ആദിമ കാലഘട്ടങ്ങളിലെ മനുഷ്യർക്ക് അത് എളുപ്പം മനസ്സിലാകും. ഇന്ന് യുക്തിയുള്ളവർക്ക് അത് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടുള്ള ഒരു വിശദീകരണമാണ് എന്ന് മനസ്സിലാകും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സൃഷ്ടിയിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ ശാസ്ത്രവും അത് തന്നെയാണ് പറയുന്നത്. ഈ ലോകത്തിലെ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടികൾക്കും ശേഷമാണ് മനുഷ്യൻ്റെ സൃഷ്ടി നടക്കുന്നത്. എന്തിനാണ് ദൈവം ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടികൾക്ക് ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചത്? അതിൻ്റെ കാരണം ഇതാണ്: ഞാൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് എനിക്ക് ജീവിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും എൻ്റെ കർത്താവ് ഈ ഭൂമിയിൽ ചെയ്തു. ഇന്ന് ഞാൻ ഇപ്പോൾ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശ്വാസം കർത്താവ് പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് രൂപകൽപ്പന ചെയ്ത വായുവാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മനസ്സിൽ എനിക്ക് ശ്വസിക്കുവാനുള്ള വായു കർത്താവ് സൃഷ്ടിച്ചു വെച്ചു. എനിക്ക് കുടിക്കുവാനുള്ള വെള്ളം എൻ്റെ കർത്താവ് സൃഷ്ടിച്ചു വെച്ചു. എനിക്ക് ഭക്ഷിക്കുവാനുള്ള ആഹാരത്തിനുള്ള മാർഗം, അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും കർത്താവ് സൃഷ്ടിച്ചു വെച്ചു. ഇന്ന് നിങ്ങൾ ഓർക്കണം, മനുഷ്യ സമൂഹത്തെ മൊത്തം എടുക്കേണ്ട, ജീവികളെ എടുത്താൽ പോലും ഇത് സത്യമാണ്. ഒരു വ്യക്തിയെ ഒറ്റയ്ക്കെടുത്ത് നോക്കുക, ആ വ്യക്തിക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തെ മുഴുവൻ ക്രമീകരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ സകല നന്മകളുടെയും എൻഡ് യൂസർ എന്ന് പറയുന്നത് മനുഷ്യനാണ്. മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കീഴടക്കുമെന്ന്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ മനുഷ്യൻ തൻ്റെ വലിയ അധികാര പരിധിക്കുള്ളിലാക്കുമെന്ന്, അത്രയൊന്നും മനുഷ്യൻ പ്രപഞ്ചത്തെ അധികാര പരിധിക്കുള്ളിലാക്കാത്ത ഒരു കാലഘട്ടത്തിൽ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾക്ക് വേണ്ടി ദൈവം ഇത് തന്നപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം അങ്ങ് എവിടെയോ ദൂരെ അനേക കിലോമീറ്ററുകൾക്കകലെ ദൈവം നൽകിയ പ്രത്യേക കൃപാവരത്താൽ മറ്റു ചില മനുഷ്യർ നമുക്ക് വേണ്ടി വളർത്തിയ ചെടികളിൽ നിന്ന് എടുക്കുന്നതാണ്. പ്രിയമുള്ളവരെ, അങ്ങ് സമുദ്രത്തിൽ നമുക്ക് വേണ്ടി കർത്താവ് മത്സ്യത്തെ സൃഷ്ടിച്ചു വെച്ചു. ഈ ഭൂമി നിലനിൽക്കുന്നത് തന്നെ മറ്റനേക ഗ്രഹങ്ങളുടെ ആകർഷണ ശക്തിക്കുള്ളിലാണ്. ഈ ഭൂമി ഒരു പ്രത്യേക പാതയിലൂടെ ചരിക്കുന്നത് സൗരയൂഥത്തിൻ്റെയും മറ്റനേകം ഗോളങ്ങളുടെയും ആകർഷണ വലയത്തിൻ്റെ ചില പ്രത്യേക ക്രമീകരണങ്ങളിലൂടെയാണ്. ഇതിലൊന്ന് തെറ്റിയാൽ ഭൂമി നിലം പതിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായി കൂട്ടിയിടിക്കും. അതെ, ഈ ലോകത്തിലെ ഓരോ ഗോളങ്ങളും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. എൻ്റെ ഭൂമിയെ നിലനിർത്തി എൻ്റെ നിലനിൽപ്പിനെ സാധ്യമാക്കുവാൻ വേണ്ടി ഭൂമി ഓരോ നിമിഷവും എന്നെ ഭൂമിയോട് ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്നു.
ആഗ്രഹിക്കുകയാണ്. കാരണം എൻ്റെ ദൈവം എൻ്റെ ഭൂമിക്ക് ഭൂഗുരുത്വാകർഷണ ബലം നൽകി. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഈ ലോകത്തിലെ സകല ക്രമീകരണങ്ങളും എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടാണ് ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ, എന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എനിക്ക് ലഭിക്കേണ്ട സകല നന്മകളും ദൈവം ഒരുക്കി കഴിഞ്ഞതിനാൽ ഇനി അത് ആസ്വദിക്കുക മാത്രമാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് സ്വസ്ഥനായിരിക്കുകയാണ് വേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുവാൻ ആവശ്യമായ സകല വഴികളും കർത്താവ് ഒരുക്കി കഴിഞ്ഞു. ഇതാണ് ഉൽപ്പത്തിയിലെ സൃഷ്ടിയുടെ വിവരണം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സ്നേഹം നമ്മൾ കാണേണ്ടത് അവിടുന്ന് മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യമാണ്. നമുക്കറിയാം, മൃഗങ്ങളുടെ ഉള്ളിൽ പോലും കർത്താവ് ജനിതകമായി നൽകിയ, അല്ലെങ്കിൽ കർത്താവ് അവരുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നതായ ചില കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യാൻ മാത്രമേ അവയ്ക്ക് സാധിക്കുകയുള്ളൂ. അവയ്ക്ക് അങ്ങനെ അസാധാരണമായ സ്വാതന്ത്ര്യത്തോടെ അനേകം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒരു യന്ത്ര മനുഷ്യനെ പോലെ അല്ല മനുഷ്യനെ അവിടുന്ന് കരുതിയത്. ദൈവത്തിന് വേണമെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന യന്ത്രങ്ങളെപ്പോലെ നമുക്ക് സൃഷ്ടി നൽകാമായിരുന്നു, നമുക്ക് ജീവൻ നൽകാമായിരുന്നു. എന്നാൽ അവിടുന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയത് ദൈവത്തിൻ്റെ അസാധാരണമായ സ്നേഹമാണ്. നമുക്കറിയാം, എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകിയാൽ വ്യത്യസ്തമായ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുവാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് മൊത്തം സിസ്റ്റത്തിലും വലിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തിന് അറിയാമെങ്കിലും അനന്തമായ ജ്ഞാനത്താൽ ഇതിനെയെല്ലാം ഒരു പ്രത്യേക ഭാവിയിലേക്ക് കൊണ്ടുപോകുവാൻ നയിക്കുവാനും തനിക്ക് സാധിക്കുമെന്നുള്ള അവിടുത്തെ കോൺഫിഡൻസ്, അവിടുത്തെ ആത്മവിശ്വാസം ഈ സൃഷ്ടിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും ദൈവം സ്വാതന്ത്ര്യം തന്നത് ഒരു കാര്യം കൊണ്ടാണ്. എന്താണെന്നറിയാമോ? നമ്മൾ ദൈവത്തെ അന്വേഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ദൈവം നമ്മളിൽ നിക്ഷേപിച്ച ഒരടിമയുടെ മനോഭാവം കൊണ്ടാകരുത്. പിന്നെയോ ദൈവം സ്വതന്ത്രനാക്കി സൃഷ്ടിച്ചതിനാൽ ദൈവത്തെ സ്വാതന്ത്ര്യത്തോടുകൂടി അറിഞ്ഞ് നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് ദൈവത്തെ നിഷേധിക്കുന്ന ഒരു നിരീശ്വരവാദിക്കും ഈ ഭൂമിയിൽ ദൈവം സകലതും പ്രദാനം ചെയ്യുന്നത്. അവനെ ദൈവം ഈ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യാത്തത്. കാരണം അവൻ്റെ സ്വാതന്ത്ര്യം ദൈവം കൊടുത്തതാണ്, അതൊരിക്കലും ദൈവം തിരിച്ചെടുക്കുകയില്ല. എന്നാൽ ഈ സ്വാതന്ത്ര്യം ഞാൻ എന്ന് കർത്താവിന് മുൻപിൽ സമർപ്പിച്ചിട്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കുവാൻ തീരുമാനമെടുക്കുന്നുവോ, അന്ന് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള സ്നേഹം കർത്താവിലേക്ക് ഒഴുകും. പ്രിയമുള്ളവരെ, ഈ സ്നേഹത്തിനാണ് ബൈബിളിലെ കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. വളരെ മനോഹരമായ ആ ആദ്യകാല വിവരണങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെ കാലഘട്ടങ്ങളിലുള്ള വിവരണങ്ങളിലേക്ക് ഞാൻ വരികയാണ്. ഒരു സ്ഥലത്ത് മനുഷ്യൻ പാപം ചെയ്യുന്നത്, സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിക്കുന്നത് നമ്മൾ കാണുന്നു. എന്നാൽ ഈ പാപം ചെയ്തു കഴിഞ്ഞിട്ട് ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്താണ് ദൈവം മനുഷ്യന് കൊടുക്കുന്ന ശിക്ഷ? ആ ശിക്ഷ എന്ന് പറയുന്നത് തന്നെ ഒരു സ്നേഹമാണ്. പ്രിയമുള്ളവരെ, ശിക്ഷ പ്രധാനമായും പുരുഷനുള്ള ശിക്ഷ അവൻ ജോലി ചെയ്ത് ജീവിക്കുമെന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് അതൊരു ശാപമാണോ? അതൊരു അനുഗ്രഹമല്ലേ? ഇതാ, സ്ത്രീക്കുള്ള ശിക്ഷ അവൾ നൊന്ത് പ്രസവിക്കുമെന്നാണ്. ഒരു സ്ത്രീക്കുള്ള അനുഗ്രഹമെന്ന് പറയുന്നത്, ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതാണ്. കുഞ്ഞുങ്ങളില്ലാത്തൊരു സ്ത്രീ ദൈവത്തിൻ്റെ ഈ ശാപം തനിക്ക് കിട്ടിയില്ല എന്ന് പരാതി പറയേണ്ടി വരും. പ്രിയമുള്ളവരെ, പിശാചിനെ കർത്താവ് നശിപ്പിക്കുമെന്ന് നമുക്ക് വേണ്ടി മനുഷ്യരോടുള്ള സ്നേഹത്തിന് വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് അടുത്ത ശാപവും. നമ്മൾ നോക്കുക, മനുഷ്യനോടുള്ള തൻ്റെ സ്നേഹത്തെ അത്ഭുതകരമായി വെളിപ്പെടുത്തുന്ന ഒരു സ്നേഹസമ്പന്നനായ പിതാവിനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ശാപത്തിൽ പോലും കാണുന്നത്. ശാപം ഒരു ശാപമേ അല്ല, അതൊരു അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ അബ്രഹാമിൻ്റെ ഒരു കഥ കാണുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിനോട് മകനെ ബലിയർപ്പിക്കാൻ പറയുന്നത് കാണുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്തൊരു വിശ്വാസമില്ലാത്ത ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഇതൊരു ക്രൂരതയല്ലേ? അങ്ങനെ ഒരു ദൈവത്തെ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് അംഗീകരിക്കാനാകുമോ? യഥാർത്ഥത്തിൽ ആ കഥ നമ്മൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അതായത് മക്കളെ ബലിയർപ്പിക്കുന്ന, നരബലി കൊടുക്കുന്ന മന്ത്രവാദികളുടെയും ദുഷ്ട ആരാധനകൾ നടത്തുന്നവരുടെയും ഒരു ലോകത്തിൽ നിന്നാണ് അബ്രഹാം വരുന്നത്. അബ്രഹാമിന് ചുറ്റുമുണ്ടായിരുന്ന ആളുകളൊക്കെ തങ്ങളുടെ മക്കളെപ്പോലും ബലി കഴിച്ച് പിശാചന ആരാധന അർപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മകനെ ബലിയർപ്പിക്കുക എന്ന് പറയുന്ന ആചാരം ദൈവം നിർത്തലാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുന്നത്. യഥാർത്ഥത്തിൽ ദൈവം അവനെ അതിന് പ്രേരിപ്പിക്കുകയും എന്നാൽ അതേസമയം കുഞ്ഞിനെ തൊട്ടുപോകരുത് എന്ന് കൽപ്പന
കൽപ്പിച്ചുകൊണ്ട് ഇത് നിർത്തലാക്കുകയുമാണ്. അബ്രഹാമിനെ ഒരു നാടകീയമായ ആ ആവിഷ്കരണത്തിലൂടെ കർത്താവ് വ്യക്തമായ ഇടപെടലിലൂടെ അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. ഇനി മേലിൽ എൻ്റെ തലമുറയിൽ, എൻ്റെ വിശ്വാസികളുടെ തലമുറയിൽ എൻ്റെ ഹിതം നടപ്പിലാക്കണം. എനിക്ക് നിങ്ങളാരും നിങ്ങളുടെ മക്കളെ എനിക്ക് ബലിയർപ്പിക്കുന്നതിനോട് താല്പര്യമില്ല. അങ്ങനെ ഒരു ദൈവമല്ല ഞാൻ. എന്നാൽ ആ കർത്താവ് വീണ്ടും പറയുകയാണ്, അങ്ങനെ ഞാൻ ആരെയെങ്കിലും ബലിയർപ്പിക്കുമെങ്കിൽ അതെൻ്റെ സ്വന്തം പുത്രനെ തന്നെയായിരിക്കും. ആ സ്നേഹം കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ആടിനെ, കർത്താവ് കൊടുത്ത ആടിനെ, അത് യേശുവിൻ്റെ പ്രതീകമാണ്. പ്രിയമുള്ളവരെ, ബലിയർപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ സ്നേഹമാണ് അവിടെയും നമ്മൾ കാണുന്നത്. വീണ്ടും ഇങ്ങോട്ട് നമ്മൾ വരുമ്പോൾ വളരെ രസകരമായ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. ശക്തനായ ദൈവം വലിയ അടയാളങ്ങളോടുകൂടെ മോശയെ വിടുകയാണ് ഈജിപ്തിലെ ഫറവോയുടെ അടുത്ത്. നമുക്കറിയാം, ഫറവോ കർത്താവിൻ്റെ മുമ്പിൽ വെറുമൊരു കൃമി പോലത്തെ ഒരു പ്രതിഭാസമാണ്. മനുഷ്യനാണ്, കർത്താവ് സ്നേഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നമ്മൾക്ക് ബൈബിൾ വായിക്കുമ്പോൾ തോന്നുന്നത് കർത്താവിന് ഈ ഫറവോയോട് ഭയങ്കര ദേഷ്യമാണെന്നാണ്. എന്നാൽ മോശ ഈ ഫറവോയുടെ അടുത്ത് വരികയാണ്. ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു കാര്യം അവതരിപ്പിക്കുകയാണ്. എന്നാൽ മോശ പറയുന്നത് ഈ ഫറവോ നിരസിക്കുന്നു. ഇങ്ങനെ നിരസിക്കുമ്പോൾ കർത്താവ് ഒരു ചെറിയ ശിക്ഷ ഫറവോയ്ക്ക് കൊടുക്കുകയാണ്. നോക്കുക, ഫറവോയെ കർത്താവ് ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വ്യക്തമായിട്ട് ശ്രദ്ധിച്ചു നോക്കൂ. കർത്താവ് പരാജയപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. ഒരു ദൈവം പരാജയപ്പെടുന്ന കാഴ്ചയാണ്, പലതവണ പരാജയപ്പെടുന്ന കാഴ്ചയാണ് മോശയും ഫറവോയും തമ്മിലുള്ള സംഭാഷണം. രണ്ടാമത്തെ തവണ മോശ ദൈവത്തിൻ്റെ കൽപ്പനയുമായി പോകുന്നു, ഫറവോ ജയിക്കുന്നു. ഫറവോ കീഴടങ്ങാൻ തയ്യാറാകുന്നില്ല. മൂന്നാമത്തെ തവണ പോകുന്നു, വീണ്ടും ഫറവോയുടെ മുമ്പിൽ ദൈവം തോൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നത് ഒരു മനുഷ്യൻ മനസ്സു തിരിഞ്ഞ് എപ്പോഴെങ്കിലും താൻ ആ മനുഷ്യനെ പൂർണ്ണമായി ശിക്ഷിക്കാൻ ഇടവരുത്താത്ത വിധം ആ മനുഷ്യൻ മനസ്സ് തിരിഞ്ഞ് തനിക്ക് വേണ്ടി പ്രവർത്തിച്ചേക്കുമെന്നുള്ള ഒരു പ്രത്യാശയാൽ അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാത്ത ദൈവം അവൻ അവസരങ്ങൾ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ആവർത്തിച്ചാവർത്തിച്ച് ബൈബിളിൽ കർത്താവ് കരുണയോടെ ഫറവോയുടെ അടുക്കലേക്ക് മോശയെ അയക്കുന്നു. ഒന്നും ചെയ്യുന്നില്ല. ഒടുവിൽ ഒരു വിധത്തിലും രക്ഷാകര പദ്ധതി നടപ്പിലാക്കുവാൻ സമ്മതിക്കുകയില്ല. അതായത് എന്നെ രക്ഷിക്കാനുള്ള, നിങ്ങളെ രക്ഷിക്കാനുള്ള ആ വലിയ പദ്ധതിക്ക് ഫറവോ എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ തന്നെ വിലങ്ങുതടിയാകുമെന്ന് അവൻ്റെ സ്വാതന്ത്ര്യത്തോടെ അവൻ സ്വയം തീരുമാനിക്കുന്നത് കണ്ടപ്പോൾ ദൈവം അവനെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റുവാനായിട്ട് തീരുമാനിക്കുന്നതാണ് ഫറവോയുടെ മേലുള്ള ശിക്ഷ. ഇത് മനസ്സിലാകുന്നത് എവിടെയാണ്? യേശയ്യായുടെ പുസ്തകം 43-ാം അധ്യായത്തിൽ കർത്താവ് വളരെ വിഷമത്തോടെ പറയുകയാണ്. 3-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചന ദ്രവ്യമായി, നമ്മളോട് പറയുന്നത്, ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു. ഈജിപ്തിനെ മാത്രം എടുക്കുക. നമ്മളുടെ മോചന ദ്രവ്യമായിട്ടാണ് കർത്താവ് ഈജിപ്തിനെ കൊടുത്തത്. നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആ സമയത്ത് കർത്താവ് നമ്മളുടെ മുൻപിലേക്ക് രക്ഷാകര പദ്ധതിക്ക് തടസ്സമായി വന്ന ഈജിപ്തിനെ വേദനയോടുകൂടി തൻ്റെ മുൻപിൽ നിന്ന് നീക്കം ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ കർത്താവ് ശിക്ഷിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സമീപനമാണ് മോശയുടെ നിരവധി തവണയുള്ള പരാജയപ്പെടുന്ന ചർച്ചകൾ. പ്രിയമുള്ളവരെ, ഇത്രയും ശക്തനായ ഒരു ദൈവം വെറും സാധാരണക്കാരനായ ഒരു രാജാവിൻ്റെ മുമ്പിൽ ഇത്രയും തവണ പരാജയപ്പെടുന്നത് ആ രാജാവിനോടുള്ള ദൈവത്തിൻ്റെ കാരുണ്യമാണെന്നും സ്നേഹമാണെന്നും മനസ്സിലാക്കാതെ ദൈവം അദ്ദേഹത്തെ ശിക്ഷിച്ചു കൊണ്ടിരുന്നതാണെന്ന് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു പോരായ്മയാണ്. ആ വരികളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. വീണ്ടും നമ്മൾ കാണുന്നു, എന്നോട് ചിലരൊക്കെ പറയാറുണ്ട്, കൽപ്പനകൾ നൽകുന്നൊരു ദൈവത്തെ ഞങ്ങൾക്കിഷ്ടമല്ല, ഇങ്ങനെ ഒരുപാട് നിബന്ധനകൾ വയ്ക്കുന്നൊരു ദൈവം. അപ്പോൾ ചർച്ചകളുടെ ഇടയിൽ ഞാൻ ചോദിക്കും, ഏതാണ് നിങ്ങൾക്ക് ദേഷ്യമുണ്ടാക്കുന്ന കൽപ്പന? വെറുതെ ഉദാഹരണത്തിനായി 1-2 കൽപ്പന എടുക്കാമെന്ന് പറയും. ഏതാണ് ഒരു കൽപ്പന എടുക്കൂ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ അഥവാ നിങ്ങളുടെ സഹോദരങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കണമെന്ന് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നൊരു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമോ നിങ്ങളെ ദ്വേഷിക്കുന്ന ദൈവമോ? ഇനി ദൈവത്തിനൊരു കാര്യം അറിയാം, നിങ്ങളുടെ മക്കൾക്കുള്ള നന്മ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കുന്നത് കൊണ്ട് അവർക്ക് നന്മയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മക്കളുടെ നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ആ കൽപ്പന ഒരു വിരോധമായിട്ട്
നമുക്ക് എങ്ങനെ തോന്നും? ആ കൽപ്പന നമ്മളോടുള്ള ദ്രോഹമായിട്ട് നമുക്ക് എങ്ങനെ തോന്നും? വീണ്ടും കർത്താവിൻ്റെ കൽപ്പനയാണ്, എന്നെ ആരും കൊല്ലരുത്, അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ ആരും കൊല്ലരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് ഈ ലോകത്തിലെ സകല മനുഷ്യരോടും പറയുകയാണ്, നിങ്ങൾ ആരെയും കൊല്ലരുത്. അങ്ങനെ വരുമ്പോൾ എല്ലാ മനുഷ്യരും സുരക്ഷിതരായിരിക്കും. അതായത് ഈ കൽപ്പന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ മറ്റൊരാൾ കൊല്ലാതിരിക്കുവാൻ വേണ്ടി ദൈവം കൊടുത്തൊരു കൽപ്പനയാണ് കൊല്ലരുത് എന്ന കൽപ്പന. ഇത് ദൈവത്തിൻ്റെ സ്നേഹമല്ലേ? നമ്മൾ മറ്റൊരാളെ കൊല്ലുമ്പോൾ അയാളുടെ ജീവൻ നഷ്ടപ്പെടും. അയാളോടുള്ള സ്നേഹം ദൈവം പ്രകടിപ്പിക്കുകയാണ്, നിങ്ങൾ അയാളെ കൊല്ലരുത്. ഇത് മനുഷ്യരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള കൽപ്പനയല്ലേ? ഇനി പറയൂ, ഒരാളെ കൊല്ലുന്നതാണോ എളുപ്പം, കൊല്ലാതിരിക്കുന്നതാണോ എളുപ്പം? ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? പ്രിയമുള്ളവരെ, ഒരാളെ കൊല്ലുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ്. കൊല്ലാതിരിക്കുവാൻ ദൈവം പറയുമ്പോൾ ദൈവം നമ്മളോട് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യം ചെയ്യാനാണ്. എനിക്കുള്ളൊരു വസ്തു ആരും മോഷ്ടിക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട്, ഒരു വ്യക്തിയുടെ ജീവിത പങ്കാളിയെ മറ്റാരും ചതിച്ച് സ്വന്തമാക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ വ്യക്തിയോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം പറയുകയാണ്, മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിക്കരുത്, മറ്റുള്ളവരുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ മോഹിക്കരുത്, അവരോടൊപ്പം നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുത്. ഇതെല്ലാം മനുഷ്യ വ്യക്തികളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അവരുടെ ജീവിത പങ്കാളിയെ സുരക്ഷിതമാക്കി നിർത്തുവാൻ, അവരുടെ വസ്തുവകകൾ സുരക്ഷിതമാക്കി നിർത്തുവാൻ അവർക്ക് വേണ്ടി, ആ കേൾക്കുന്ന വ്യക്തിക്ക് വേണ്ടി ലോകത്തോട് മുഴുവൻ വാദിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇനി വീണ്ടും പറയൂ, ഒരു വലിയ പാപപ്രവൃത്തി, ഒരു മോഷണം അല്ലെങ്കിൽ ഒരു വ്യഭിചാരം, അത് ചെയ്യുന്നതാണോ എളുപ്പം, അത് ചെയ്യാതിരിക്കുന്നതാണോ ഒരു മനുഷ്യന് സമാധാനവും എളുപ്പവും? അത് ചെയ്യാതിരിക്കുന്നതാണ്, മോഷ്ടിക്കാതിരിക്കുന്നതാണ്, ഒരു മോഷ്ടാവല്ലാതിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമ്മുടെ കുടുംബജീവിതം തകരാതിരിക്കുവാനും, നമ്മുടെ സമൂഹത്തിലെ സ്റ്റാറ്റസ് നേരെയായിരിക്കുവാനും, എല്ലാവരുമായിട്ടുള്ള ബന്ധം കൃത്യമായിരിക്കുവാനും വ്യഭിചാരം പോലുള്ള ശീലങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. അതുണ്ടാകുന്നവൻ്റെ സമാധാനം പോകും. അപ്പോൾ സമാധാനമുള്ള കാര്യം, എളുപ്പമുള്ള കാര്യം, സന്തോഷമുള്ള കാര്യം ഇതാണ്. അത് ചെയ്താൽ മതി എന്ന് പറയുന്നത് ഒരു കൽപ്പനയാണോ, ഒരു സഹായമാണോ? പ്രിയമുള്ളവരെ, ഇങ്ങനെ ബൈബിളിലെ ഓരോ വചനങ്ങളും നമ്മൾ വ്യക്തമായി പഠിച്ചാൽ ആ വചനങ്ങളിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹമാണ്. ഈ സ്നേഹം നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ യേശു ബൈബിൾ മനസ്സിലാക്കിയതുപോലെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. യേശു ബൈബിൾ വ്യാഖ്യാനിക്കുന്നിടങ്ങളിലെല്ലാം കർത്താവ് പിതാവിൻ്റെ സ്നേഹം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുകയാണ്. എന്നാൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യത്യാസമായി മനസ്സിലാക്കുന്നതിൻ്റെ പിന്നിൽ നമ്മളുടെ മനസ്സിൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഡയമെൻഷൻ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു വീക്ഷണം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ വീക്ഷണം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. പഴയ നിയമത്തിൽ മുഴുവൻ നമ്മൾ കാണുന്ന ഓരോ സംഭവങ്ങളും, ഓരോ പ്രവാചകന്മാർ വരുന്നതും, ഓരോ പ്രവാചകന്മാർ ഓരോ കാര്യങ്ങൾ അരുളി ചെയ്യുന്നതും, അവരുടെ ജീവിതവും സമർപ്പണവും എല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു. പ്രിയമുള്ളവരെ, യേശയ്യാ പ്രവാചകൻ പറഞ്ഞ ഒരു വചനം നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നെങ്കിൽ, നമ്മളുടെ ജീവിതത്തിലെ ഉറപ്പ് കൂട്ടുന്നുവെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള അടുപ്പം കൂട്ടുന്നുവെങ്കിൽ, നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം, യേശയ്യാ എന്ന പ്രവാചകനെ തിരഞ്ഞെടുത്തത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഒരു വലിയ നന്മയായിരുന്നു. യെശയ്യായുടെ പ്രവചന ഗ്രന്ഥം എഴുതുവാൻ ദൈവം ഇടവരുത്തിയത് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഒരു വലിയ നന്മയായിരുന്നു. പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ മുഴുവൻ തെളിഞ്ഞു കാണുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണവും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളും ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു വലിയ രക്ഷാകര പദ്ധതിയാണ്, ഒരു മാസ്റ്റർ പ്ലാനാണ്. ഈ പ്ലാനിൻ്റെ ഭാഗമായി ഏതെങ്കിലും വ്യക്തികൾ ഇതിനെ തകർക്കുവാനായി, ഇതിനെ ഇല്ലാതെയാക്കുവാനായി പിശാചിൻ്റെ ഉപകരണമായി കർത്താവിൻ്റെ മുൻപിലേക്ക് വരുന്ന സമയങ്ങളിൽ മാത്രമാണ് കർത്താവ് ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷണ നടപടി എടുത്തിട്ടുള്ളത്. എന്നാൽ കർത്താവ് സമയത്തിൻ്റെ പൂർണ്ണതയിൽ യേശു വന്നു കഴിയുമ്പോൾ പിന്നീട് യുദ്ധങ്ങളില്ലാത്ത ഒരു വിജയമാണ് കർത്താവ് മനുഷ്യരിലൂടെ നടപ്പിലാക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച കർത്താവിൻ്റെ മക്കൾ എങ്ങനെയാണ് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നടപ്പിലാക്കുന്നതെന്ന് നിങ്ങൾ കാണുക. ഏതാണ്ട് 3 നൂറ്റാണ്ടോളം ക്രൈസ്തവർ ഈ ലോകത്തിൽ പീഡിപ്പിക്കപ്പെട്ടു. അതിദയനീയമായ രീതിയിൽ അവർ മൃഗങ്ങളുടെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുക്കപ്പെട്ടു, ചമ്മട്ടി അടിക്കപ്പെട്ടു, കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ടു. അവരുടെ മേൽ വലിയ തീപ്പന്തങ്ങൾ ചുറ്റി വരിഞ്ഞ് അവരെ കത്തിച്ചു. എന്നിട്ടും അവർ ഒരിക്കൽ പോലും ആയുധമെടുക്കാതെ സ്നേഹത്തോടെ, സഹനത്തോടെ കർത്താവിൻ്റെ നിലപാടുകൾക്കനുസരിച്ച് നിന്നു. എന്തുകൊണ്ടാണ് അവരങ്ങനെ ആയുധമെടുക്കാതിരുന്നത്? പിന്നീട് നമ്മൾ അവരോടൊപ്പം ആയുധമെടുത്ത് നിൽക്കുന്ന ഒരു ദൈവത്തെ കാണുന്നില്ല. പകരം ക്ഷമയിലൂടെ, സഹനത്തിലൂടെ ഈ ലോകത്തെ കീഴടക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ വലിയ ശാന്തമായ
വിജയം നമ്മൾ കാണുന്നത് യേശുവിൻ്റെ മരണത്തിന് ശേഷമാണ്. യേശു കുരിശിൽ മരിച്ചതിന് ശേഷം കർത്താവിൻ്റെ വിജയത്തിന് വളരെ സ്നേഹത്തിൻ്റെ ഒരു മുഖം നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. കാരണം കുരിശ് മരണത്തിലാണ് കർത്താവിൻ്റെ സ്നേഹം ഏറ്റവും മഹത്തരമായി വെളിപ്പെട്ടത്. ഈ സ്നേഹത്തിൻ്റെ വെളിപാട് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, അതായത് ദൈവം നമ്മളുള്ള സ്നേഹത്തെ നിമിത്തം നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതനെ, അബ്രഹാം തൻ്റെ പുത്രനെ ദൈവസന്നിധിയിൽ ബലിയർപ്പിച്ചതുപോലെ നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതനെ ദൈവം നൽകിയ മഹത്തരമായൊരു കാഴ്ചയാണ് യേശുവിൻ്റെ കുരിശു മരണം. ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം കർത്താവ് നമുക്കെതിരെ വലിയ പഴയ നിയമത്തിൽ കാണുന്നത് പോലുള്ള വലിയ സംഭവങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. പകരം സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, വിജയത്തിൻ്റെ അടയാളങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. 3 നൂറ്റാണ്ടുകളെ സഹനങ്ങൾക്ക് ശേഷം യേശുവിനെ വധിക്കുവാനായി സൈന്യമായി മുന്നിട്ട് നിന്ന റോമാ സാമ്രാജ്യം, ആ സാമ്രാജ്യം 3 നൂറ്റാണ്ടുകളോളം യേശുവിൻ്റെ ശിഷ്യന്മാരെ പീഡിപ്പിക്കുന്നതിൽ മുൻപിട്ട് നിന്നു. എന്നാൽ ഇന്ന് 2 സഹസ്രാബ്ദങ്ങളായി റോമ എന്ന പേര് ക്രിസ്തുവിൻ്റെ കാൽക്കീഴിലാണ്. കർത്താവിൻ്റെ സഹന സമരത്തിലൂടെ, സ്നേഹത്തിലൂടെ കർത്താവ് നേടിയൊരു വലിയ വിജയമാണ്. പ്രിയമുള്ളവരെ, യേശുവിനെ ഏത് സാമ്രാജ്യത്തിലെ പടയാളികൾ, ഏത് സാമ്രാജ്യത്തിലെ ഗവർണർ കൊല്ലുവാനായി ഉത്തരവിട്ടുവോ, ആ ഗവർണറുടെ, ആ പടയാളികളുടെ രാജ്യം, ആ സാമ്രാജ്യം ഇന്ന് യേശുവിൻ്റെ കാൽക്കീഴിലാണ്. അതവർ യുദ്ധം കൊണ്ട് നേടിയെടുത്തതല്ല. അവർ ജീവൻ പണയം വെച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തോടുകൂടി തങ്ങളെ കൊല്ലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ശത്രുവിനോട് ക്ഷമിച്ചുകൊണ്ട് ആ ദേശത്തെ അവർ കീഴടക്കിയതാണ്. ഇന്ന് ലോകം മുഴുവനും ആ ഒരു വലിയ റോമ എന്ന് പറയുന്ന ആ വലിയൊരു സംവിധാനം തന്നെ ഐഹികമല്ലാത്തൊരു രാജ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ആ ലോകത്തിൻ്റെ, ആ രാജ്യത്തിൻ്റെ സ്റ്റാറ്റസ് തന്നെ ഐഹികമല്ലാത്ത പ്രവർത്തനങ്ങൾ, ഈ ലോകത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല, സ്വർഗത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ രാഷ്ട്രം അല്ലെങ്കിൽ ആ ഒരു സംവിധാനം ഇന്ന് നിലകൊള്ളുന്നത്. പ്രിയമുള്ളവരെ, ആ രീതിയിൽ റോമയെ മാറ്റിയത് ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ അത്ഭുതകരമായ ഒരടയാളമാണ്. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു സ്നേഹം നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കാം. അതിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ബൈബിളിൽ മുഴുവൻ തെളിഞ്ഞു നിൽക്കുന്നത് നിന്റെ വലിയ സ്നേഹമാണല്ലോ. സ്നേഹത്തിൻ്റെ ഡയമെൻഷനിൽ ഇത് വായിക്കുവാനും മനസ്സിലാക്കുവാനും എനിക്ക് സാധിക്കുന്നില്ലല്ലോ. കർത്താവേ, ഇപ്പോൾ കേട്ട ചെറിയ ചെറിയ അറിവുകളുടെ വെളിച്ചത്തിൽ അങ്ങയുടെ വലിയ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട്, സ്നേഹത്തിലൂടെ കർത്താവിൻ്റെ വിജയം ഈ ലോകത്തിൽ നടപ്പിലാക്കാൻ പറ്റുമെന്ന്, ശത്രുക്കളെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ലോകത്തിൽ വലിയ വിജയം നേടാൻ പറ്റുമെന്ന് കർത്താവെ എന്നെയും മനസ്സിലാക്കി തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ